വേർഡ് മീനിങ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ജാപ്പനീസ് പദമാണ് റേക്കി. നമ്മുടെ ചുറ്റിനുമുണ്ട്, ഈ സ്പേസിലെല്ലാം ഉണ്ട്. സോൾ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണശരീരമാണ്. അതായത് ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സോളിന് വീണ്ടും ജന്മം എടുക്കണം. വളരെ ഉന്നതരായിട്ടുള്ള ആത്മാക്കളുണ്ട്. ഗൃഹസ്ഥാശ്രമിയായിട്ട് മാത്രം ജീവിച്ച് ഇതാരും കണ്ടിട്ടില്ല ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ട്. നേരിട്ട് വഴി തുറക്കലാണ് ശരിക്കും റേക്കി എന്ന് പറയുന്നത്. ഇന്ന് നമ്മളോടൊപ്പം റേക്കി ഹീലർ ആയിട്ടുള്ള ശാന്തി ടീച്ചറാണുള്ളത്. അപ്പം റേക്കി ഹീലിങ്ങിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനായിട്ട് ടീച്ചറിനോട് തന്നെ ചോദിക്കാം. അപ്പം ടീച്ചർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ഞാൻ ഇടയ്ക്കാണ് ഈ റേക്കി ഹീലിങ്ങിനെ പറ്റിയൊക്കെ അറിയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. കാരണം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും. നമ്മുടെ ട്രോമയൊക്കെ ഇത് കുറയ്ക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പം പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ടീച്ചറിന് കുറച്ച് ഒരു ചുരുക്കി പറയുവാണെങ്കിൽ എന്താണ് റേക്കി ഹീലിംഗ്? റേക്കി എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ജാപ്പനീസ് പദമാണ് റേക്കി. അതായത് പ്രാപഞ്ചികമായ ഊർജം, അതായത് ഈ യൂണിവേഴ്സൽ പവർ എന്നുള്ളതാണ്, യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി. അപ്പോൾ അത് നമ്മൾ വിശ്വത്തിലെല്ലാം വ്യാപിച്ച് കിടക്കുന്നു. നമ്മുടെ ചുറ്റിനുമുണ്ട്, ഈ സ്പേസിലെല്ലാം ഉണ്ട്. അപ്പം നമ്മളിലും ഉണ്ട് റേക്കി, നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ട്. പേര് വിസ്മയിലും ഉണ്ട് റേക്കി. പക്ഷേ ഈ ഒരു ചാനലൈസ് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കോഡ് നമുക്ക് പുനഃസ്ഥാപിക്കലാണ് എല്ലാ റേക്കി ടീച്ചേഴ്സിന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു റേക്കി കൊടുക്കുമ്പോൾ ഒരു അറ്റ്യൂൺമെൻറ്റ് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ പുനഃസ്ഥാപിക്കലാണ്. അപ്പോൾ അത് പുനഃസ്ഥാപിക്കുമ്പോൾ നമുക്ക് ആ എനർജി ഫ്ലോ ചെയ്യാൻ തുടങ്ങും നമ്മളിലേക്ക്. മറ്റേത് പലർക്കും നമുക്ക് ചിന്തകൾ വളരെയധികം ഇങ്ങനെ ക്രൗഡഡ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലോ നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല, അത് കട്ടായി കിടക്കുക. അപ്പോൾ ആ കോസ്മിക് പവർ നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്മുടെ ബ്ലോക്കുകളുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങളെന്ന് പറയും. നമുക്ക് നമ്മുടെ ഈ കാണുന്ന ശരീരമല്ലാതെ മറ്റ് ശരീരങ്ങളും കൂടെ ഉണ്ട്. അതാണ് സോൾ എന്ന് പറയുന്നത്. സോൾ എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണ ശരീരമാണ്. അപ്പോൾ ആ സോളിന് തന്നെ നമുക്ക് സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരം എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഈ സ്ഥൂല രൂപത്തിൽ നമുക്ക് ജന്മം എടുത്തെങ്കിലേ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ നമുക്കൊരു ലേണിംഗ് ആണ് ഇവിടെ വന്നിട്ട് ഭൂമിയിൽ. അപ്പോൾ ആ ലേണിങ്ങിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ സോളിന് പ്യൂരിഫിക്കേഷൻ വരണം. സോള് ആൾറെഡി പ്യൂരിഫൈഡ് ആണ്, പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അപ്പോൾ ആ മനസ്സിലാണ് നമുക്ക് ഈ മനോമാലിന്യങ്ങൾ കിടക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളും ഈ ട്രോമ എന്ന് പറഞ്ഞ പല പല കാര്യങ്ങളും കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം പ്യൂരിഫൈഡ് ആയിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുക. അതായത് ഒരു ട്രാൻസ്ഫർമേഷന് വേണ്ടിയാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ആരും അത് തിരിച്ചറിയുന്നില്ല. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മായയിൽ അകപ്പെടുവാണ്. അതായത് ഈ ഭൂമിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടി ഇവിടെ ജന്മം എടുത്തു എന്നുള്ള ഒരു കാര്യം നമ്മൾ ഓർമ്മയില്ലാതെ പോകുന്നു. നമുക്ക് ആ മെമ്മറി ലോസ് ആണ്. അതായത് നമ്മുടെ ആ മെമ്മറിയെ നഷ്ടപ്പെട്ടു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു സോളായിട്ട് നമ്മൾ പൊയ്ക്കഴിയുമ്പോഴേ നമ്മൾ ഒരുപാട് ജന്മങ്ങൾ എടുത്തിട്ടുണ്ട്. 84 ലക്ഷം രാശികളിൽ ജന്മം എടുത്തിട്ടുണ്ട്. അപ്പം ഈ ജന്മങ്ങളിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഈ സോള് മനസ്സിലാക്കും, ഞാനിവിടെ വന്നത് ഇതിനായിരുന്നു, പക്ഷെ അതൊന്നും പൂർത്തീകരിച്ചില്ലല്ലോ. അപ്പോൾ ആ സോളിന് വീണ്ടും ജന്മം എടുക്കണം എന്ന് തോന്നും. പക്ഷേ വീണ്ടും ഭൂമിയിൽ വരുമ്പം മറവി സംഭവിക്കും. പക്ഷേ ഇതിൽ അപൂർവം ചില സോൾസ്, വളരെ ഉന്നതരായിട്ടുള്ള ആത്മാക്കളുണ്ട്. അവർക്കറിയാം ഭൂമിയിൽ എന്തിനു വന്നു. ഇപ്പോൾ ആദിശങ്കരാചാര്യരെ പോലുള്ള വ്യക്തികൾ, അവർക്കറിയാം എന്തിനു വേണ്ടി ഈ ഭൗതികമായിട്ട് ഇപ്പോൾ ഒരു ഗൃഹസ്ഥാശ്രമിയായിട്ട് മാത്രം ജീവിച്ച് മരിച്ചു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് സിദ്ധന്മാരുണ്ട്, യോഗിവര്യന്മാരുണ്ട്, അതുപോലെ മഹർഷീശ്വരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ധ്യാനത്തിലാണ് ഇത് കണ്ടെത്തുന്നത്, ഇവർ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ അറിവാണ് നമ്മൾ പല പല ഗ്രന്ഥങ്ങളിലൂടെ, പുരാണ ഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആന്തരിക സത്ത എന്ന് പറയുന്ന ഈ ആത്മാവാണ്. ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നുമില്ല, അത് എപ്പോഴും എറ്റേണിറ്റിയിലാണ്. പക്ഷേ ഈ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മാവാണ്. ഈ ശരീരം നമുക്ക് ഇവിടുന്ന് വിട്ടു പോകുന്നതിനകം നമുക്ക് ഇതിനകമാണ് മനസ്സ് ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ഭൂമിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ നമ്മൾ കടന്നു പോകും. രോഗദുരിതങ്ങൾ, പിന്നെ
പല പല ഫ്രസ്ട്രേഷൻ വരും, പല സെപ്പറേഷൻസ്, പിന്നെ ആത്മീയമായിട്ടുള്ള ആ ഉന്നതിയിൽ തന്നെ ചില തടസ്സങ്ങൾ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ സാമ്പത്തിക പ്രശ്നമായിട്ട്, അപ്പോൾ ഇതെല്ലാം എന്താണ്, ഒരു ലേണിംഗ് ആണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് കടം വീട്ടാനുള്ളത് നമ്മുടെ കാർമിക് ഡെപ്റ്റ്സ് എന്ന് പറയും. അപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്ന ആളുകളെന്ന് വെച്ചാൽ അവർ പൂർവ്വജന്മത്തിൽ അതുപോലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ആ ഒരു ലേണിങ്ങിന് വേണ്ടിയാണ് അവർക്ക് പൈസയ്ക്ക് ടൈറ്റ് വരിക, കടങ്ങളുണ്ടാകുക, അവരത് പഠിക്കുക. ഒന്നുകിൽ അതിൻ്റെ മൂല്യം പഠിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവർ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ദാനം ചെയ്യാൻ മടിയുള്ളവർ. അപ്പോൾ അവരൊക്കെ ഈ ജന്മത്തിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് ദാനം സ്വീകരിക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒരു ലേണിംഗ് ആണ്, നമുക്കൊരു തിരിച്ചറിവാണ്. നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കത്തുള്ളൂ, നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കത്തുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇത്രയധികം ഞാൻ ഈ ജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്തു, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ അനുഭവം, അങ്ങനത്തെ ചിന്തകൾ വരുമ്പോഴത്തേക്കുമാണ് ഒരു മനുഷ്യൻ ശരിക്കും പരിവർത്തനം ചെയ്യപ്പെടാൻ ശ്രമിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. കാരണം 90 വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്കാണെങ്കിലും ഈ ജന്മത്തിൽ ആ ഒരു മാനസിക പരിവർത്തനം വരാതെ പോകുന്ന സോൾസ് ഉണ്ട്. അവർക്ക് പുനരഭി ജന്മം, പുനരഭി മരണം ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഇത് തിരിച്ചറിയുന്നവർ വലിയ ഭാഗ്യമുള്ളവരാണ്. അവരൊക്കെയാണ് സാധാരണ ഈ റേക്കിയിലേക്കൊക്കെ വരിക. കാരണം ഇതെന്താണെന്നുള്ള അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു ഊർജ്ജമുണ്ട്, ഇതാരും കണ്ടിട്ടില്ല ഇതെന്താണ് സംഭവം എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജത്തെ നമുക്ക് സ്വീകരിച്ചാൽ നമുക്ക് നമ്മുടെ ഈ മാലിന്യങ്ങളെല്ലാം കഴുകിക്കളയാൻ സാധിക്കും, നമ്മുടെ ചക്രങ്ങളിലെ ബ്ലോക്ക് മാറ്റാൻ സാധിക്കും. ഇതിനെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ് ഈ റേക്കിയിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോസ്മിക് എനർജിയാണ്. അപ്പോൾ ഈ എനർജി നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരു റേക്കി ഹീലർ ആയിക്കഴിഞ്ഞാൽ ഇത് പഠനമുണ്ട്, ആ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു ആളിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻഡ് ചെയ്താൽ അവരുടെ കാർമിക് ബ്ലോക്സ് ക്രമേണ മാറി മാറി പോകും. പക്ഷെ അതിന് നിയോഗം വേണം. ഒരു ഹീലിംഗ് കിട്ടാനും നമുക്കൊരു നിയോഗം വേണം. നമ്മളൊരു ഹീലർ ആകാനും എല്ലാം ഒരു നിയോഗം വേണം. ടീച്ചർ എങ്ങനെയാണ് റേക്കി ഹീലിംഗിലോട്ട് വന്നത്? ഞാൻ പൊതുവേ കുറച്ചൊരു ചെറുപ്പത്തിലേ തന്നെ ഒരു ഹീലിംഗ് പവർ ഉണ്ടായിരുന്നു. അത് എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ തടവുമ്പോഴും അവർക്ക് ഒരു ആശ്വാസമായിരുന്നു. നമ്മൾ എല്ലാം എന്നെ വിളിക്കാറുണ്ട്. ഞാനും എൻ്റെ ചേച്ചിയും ഉണ്ട്, ഞങ്ങൾ 2 സിസ്റ്റേഴ്സാണ്. അപ്പോൾ ചെറുപ്പത്തിലേ തന്നെ പിന്നെ ഞാൻ കുറച്ച് ഭക്ത എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷമാണ് ഭക്തിയിലേക്ക് വരുന്നത്. അതായത് ഞാൻ ചെറുപ്പത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ട് നേരിട്ട് വിളക്കിൻ്റെ മുമ്പിൽ 3 വയസ്സിൽ. അപ്പോൾ അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കൃഷ്ണനെ കുറിച്ചുള്ള ചിന്തകളും കുറേ നാൾ അങ്ങനെ അങ്ങ് ജീവിച്ചു. പിന്നെ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൊണ്ടുവരേണ്ടി വന്നു. കാരണം ഒരു സന്യാസിനിയായി പോകുമോ എന്നുള്ളൊരു ഭയപ്പാടിൽ അവർ തിരിച്ച് കൊണ്ടുവന്നു. കാരണം എല്ലാവരുടെയും ധാരണ ഈ ആത്മീയതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭ്രാന്താവും, അല്ലെങ്കിൽ അവർ വഴിതെറ്റി പോകുമെന്നുള്ളൊരു ചിന്ത ആളുകൾക്ക്, മാതാപിതാക്കൾക്കുണ്ട്. അപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെയധികം സ്പിരിച്വൽ ആയിരുന്നു, എങ്കിലും ഓവറായി പോകുന്നോ എന്നൊരു സംശയം അവർക്ക്. അപ്പോൾ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതം ഇല്ലാതായി പോകും, അങ്ങനെയൊക്കെയുള്ള തോന്നൽ. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൽ ജീവിതം എന്ന് പറയുന്നത് വിവാഹം കഴിക്കുക, കുട്ടികളുമായിട്ട് ജീവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് സഞ്ചരിച്ച ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സ്വീകരിക്കുന്ന ആളുകൾ. മഹർഷീശ്വരന്മാരും അങ്ങനെയൊക്കെ ഉള്ളവർ ആ എനർജിയൊക്കെ സ്വീകരിച്ചവരാണ്. അപ്പം എത്രയോ ആളുകൾ വിവാഹം കഴിക്കാതെയും ജീവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ടീച്ചർ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് നല്ല രീതിയിൽ പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. അവർക്ക് 4 ആശ്രമങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു ഗാർഹസ്ഥ്യം, പിന്നീട് വാനപ്രസ്ഥം, സന്യാസത്തിലേക്ക് കടക്കാൻ പറ്റും ആദ്യത്തെ അവരുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ. അപ്പം ഏറ്റവും അധികം അവരാണ് യജ്ഞം ചെയ്യുന്നവർ. കാരണം കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തും അവർക്ക് വേണ്ടി അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവരുടെ സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കുക. അപ്പം അത്രയും കാരുണ്യത്തോടെ അവർ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നവരാണ് ഗൃഹസ്ഥാശ്രമികൾ. അപ്പോൾ അവർക്ക് നല്ല പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റും. സന്യാസികൾക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല, ആരുമായിട്ട് സംഘമില്ലല്ലോ, അവർ അറ്റാച്ച്മെൻറ്റുകളെ ഇല്ല. പക്ഷേ ഇത് നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഈ യജ്ഞം ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയാകുമ്പോൾ നമുക്ക് അവരെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം, എന്നാലേ നമുക്ക്
ഒരു 60 വയസ്സിന് ശേഷമൊക്കെ നമ്മൾ വാനപ്രസ്ഥം എല്ലാം ഉപേക്ഷിച്ച് പോകണം എന്നുള്ളതാണ് മുമ്പുള്ള ആൾക്കാർ ചെയ്തിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയില്ല. ഇതെല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങളെല്ലാം വിട്ട് പോകണം എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടേ സന്യാസത്തിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഇത് ആ ഒരു കോഡെന്ന് പറയുന്നത് നമുക്ക് ചിന്തകൾ കൊണ്ട് ഇങ്ങനെ ബ്ലോക്ക്ഡായി കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കട്ടായി കിടക്കുക. ഈ കോസ്മിക് പവർ നമ്മളിലേക്ക് വരത്തില്ല. അപ്പം അത് നമുക്ക് വരാനായിട്ട് നമുക്കൊരു വഴി തുറക്കലാണ് ശരിക്കും റേക്കി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് റേക്കി ഹീലിങ്ങിനെ പറ്റി ടീച്ചർ നല്ല വ്യക്തമായിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിന് ഒത്തിരി നന്ദിയുണ്ട് ടീച്ചർ. വെൽക്കം.